ഇപ്പോൾ ത്രെഡ്സിൽ ചിലപ്പോൾ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ പ്രൊഫൈൽ ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഫോളോ ചെയ്യുന്നതുകൊണ്ട് തന്നെ ചിലപ്പം അവരെന്തെങ്കിലുമൊക്കെ പോസ്റ്റ് ഒക്കെ ഇടുമ്പം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവും. അപ്പം നിങ്ങൾക്ക് അവരെ അൺഫോളോ ചെയ്യേണ്ട, അതുപോലെ തന്നെ അവരുടെ നോട്ടിഫിക്കേഷനും വേണ്ടാന്നുണ്ടെങ്കിൽ അത് സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരാളെ അൺഫോളോ ചെയ്യാതെ അവരുടെ പ്രൊഫൈലിൽ നിന്നുള്ള നോട്ടിഫിക്കേഷൻസ് എങ്ങനെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ത്രെഡ്സ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇപ്പം നിങ്ങളുടെ ഈ ഒരു ഫീഡിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ട പ്രൊഫൈൽ സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ എക്സാമ്പിളിന് ഈ ഒരു പ്രൊഫൈൽ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പ്രൊഫൈൽ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ സെർച്ച് ബട്ടൺ കാണാൻ പറ്റും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ആരെയാണോ നിങ്ങൾക്ക് വേണ്ടത് അവരെ സെർച്ച് ചെയ്യാവുന്നതാണ്. എന്തായാലും ഞാൻ ഒരു എക്സാമ്പിളിൽ ഈ ഒരു പ്രൊഫൈൽ സെലക്ട് ചെയ്യാണ്. ഇപ്പം ഞാൻ ഈ ഒരു പ്രൊഫൈൽ ഫോളോ ചെയ്തിട്ടുണ്ട്. ഇനി എനിക്ക് ഇവരെ അൺഫോളോ ചെയ്യേണ്ട, പക്ഷേ ഇവരുടെ നോട്ടിഫിക്കേഷൻസ് വേണ്ട എന്നുണ്ടെങ്കിൽ ഇവിടെ മുകളിൽ ഇങ്ങനൊരു ബട്ടൺ കാണാൻ പറ്റും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് നോട്ടിഫിക്കേഷൻസ് കാണാൻ പറ്റും. ഇപ്പം ത്രെഡ്സ്, റിപ്ലൈസ്, അതുപോലെ തന്നെ പുഷ് നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഓൺ ആയിട്ടാണ് കിടക്കുന്നത്. ഇനി ഇവരുടെ നോട്ടിഫിക്കേഷൻസ് ഒന്നും വേണ്ട എന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഓഫ് ചെയ്ത് വെക്കുക. ഇപ്പം നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ നോട്ടിഫിക്കേഷൻസും ഓഫ് ആയിട്ടുണ്ട്. അതിനുശേഷം ഇവരുടെ നോട്ടിഫിക്കേഷൻസ് അധികം നമുക്ക് വരില്ല. അപ്പം ഇങ്ങനെ നമുക്ക് ത്രെഡ്സിൽ ഒരാളെ അൺഫോളോ ചെയ്യാതെ അവരുടെ പ്രൊഫൈലിൽ നിന്നുള്ള നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ സ്റ്റോപ്പ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.